മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ വചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനം വളരെ പവർഫുള്ളായി. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കടലിലൂടെയുള്ള യാത്ര പോലെയാണ്. ചുറ്റും കൊടുങ്കാറ്റ്, കോളിളക്കം, കടലിളകി മറിയുന്നു, ജലം തിരമാല ഉയരുന്നു, ജലം ഈ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ചു കയറുന്നു, വള്ളം മുങ്ങിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഈ നാളുകൾ ഒരുപാട് വരുന്നുണ്ട്. ഈ നാളൊരു കുടുംബം എൻ്റെ അടുത്ത് വളരെ സങ്കടത്തോടെ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അച്ചു, ഞങ്ങളാകെ തകർന്നിരിക്കുക, ഞങ്ങളുടെ മോള് ഒരു വഴിവിട്ട ബന്ധത്തിൽപ്പെട്ടിരിക്കുകയാണ്, ദൈവവചനവിരുദ്ധമായ വിശ്വാസവിരുദ്ധമായ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, പാപത്തിൻ്റെ കൂട്ടുകെട്ടിൽപ്പെട്ടിരിക്കുകയാണ്. അവൾ നശിച്ചു പോകരുത്. ഞങ്ങളുടെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കണം. വാവിട്ട് കരയുക, നിലവിളിച്ച് കരയുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞു, അച്ഛാ, അവൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പറഞ്ഞു, നോ, ഈശോ ഇടപെടും, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കരുണയുടെ ജപമാല പോയി ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു ദിവസം സാധിക്കുന്ന അത്രയും പ്രാവശ്യം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അസാധ്യമായിട്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയത് ഈശോയാണ്. ഈശോ ഉണ്ട്, ഇന്ന് ജീവിക്കാൻ ദൈവമാണ്. അപ്പോൾ ആ ദൈവമുള്ളത് കൊണ്ട് ആ ദൈവത്തെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ തീർച്ചയായിട്ടും ആ ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ അവരെങ്ങനെ എൻ്റെ അടുത്ത് പോകാതെ വീണ്ടും വീണ്ടും കരയോ. ശരിക്കും അവരുടെ വിഷമം എനിക്ക് മനസ്സിലായി. കാരണം മുങ്ങി താണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വള്ളത്തിൽ വെള്ളം കയറിയെന്നവർക്ക് നല്ല ബോധ്യമായി. സ്വന്തം കഴിവൊന്നും കാര്യമില്ല. ഒരുപക്ഷെ നല്ല പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളെല്ലാം ഉള്ളവരാണ്, അറിവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. എനിക്കൊന്നത് അപ്പനും അമ്മയൊക്കെ പ്രൊഫസേഴ്സാണെന്ന് തോന്നുന്നു, കോളേജുകളൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ്. പക്ഷേ അവർ മകള് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പോയി കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ ഇടപെടും. അവർ ദുഃഖത്തോടെ നോക്കിയാണ് പോകുന്നത്. നമുക്ക് പ്രതീക്ഷ ഒട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ പൊക്കോ, ഈശോയോട് പ്രാർത്ഥിക്കും. പോയിരുന്നു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ ആലയത്തിൽ ഈശോയുടെ തിരുസാന്നിധ്യമുണ്ട്, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുസാന്നിധ്യമുണ്ട്, ദിവ്യകാരണത്തിൽ ഈശോയുടെ തിരുസാന്നിധ്യമുണ്ട്. സംശയമില്ലാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കൂടുതൽ പറയാറില്ല, നമ്മൾ ഒരുപാട് അറിവിനേക്കാളും മനുഷ്യർക്ക് വേണ്ടത് ചില ജ്ഞാനമാണ് വേണ്ടത്, വിസ്ഡമാണ് വേണ്ടത്. അറിവിങ്ങനെ പരന്നു കിടക്കുന്നൊരു സംഭവമാണെങ്കിൽ ഈ ജ്ഞാനമെന്നത് അങ്ങനെയല്ല, അത് വളരെ കൃത്യതയുള്ളതാണ് ജ്ഞാനം. എപ്പോഴും കൃത്യതയുള്ളതാണ്, വ്യക്തതയുള്ളതാണ് ജ്ഞാനം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശോയോട് പ്രാർത്ഥിക്കുക. അപ്പോസ്തലപ്രവർത്തന 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെയുള്ള വചനത്തിൽ കാണാം, അപ്പോസ്തലന്മാരെ ശത്രുക്കൾ ബന്ധിച്ച് തടവറയിലിടുമ്പോൾ അവർ ആ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചത് ഈശോയോടാണ്. ഈശോ ഇന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് അവർ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. ഈശോ ഉദ്ധാരിതനായ ഈശോയെ കണ്ടതാണ്, അനുഭവിച്ചത്. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തടവറയുടെ അടിത്തറ ഇളകുന്ന വിധത്തിലുള്ള വലിയൊരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീഴുന്നു, എല്ലാ വാതിലും തുറക്കപ്പെടുന്നു, അവർ പുറത്തേക്ക് വരുന്നു.
അപ്പോഴവിടെ നിന്ന് പടയാളി ഭയന്നു പോകുന്നുണ്ട്. ഭയന്നിട്ട് അവൻ മരിക്കാൻ ആത്മഹത്യക്കായിട്ട് അവൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അരുതെന്ന് പറഞ്ഞ് പൗലോസ്ലീഹ അവനെ വിലക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം പറയുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ സഹോദരങ്ങളെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഈ ഒരു പ്രശ്നത്തിന് രക്ഷപ്പെടാം. ഉടനെ പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അവൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് അവന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ബൈബിൾ മുഴുവൻ ഈശോയിൽ വിശ്വസിച്ച് ഈശോ ഉണ്ട്, ഈശോയെന്ന് വിശ്വസിച്ച് ഈശോ അടുപ്പിക്കുക, അവിടെ എല്ലാം അത്ഭുതം ഉണ്ടാകണേ. അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഞാനിവിടെ പറഞ്ഞു വിടുന്നു, മിറക്കിള്. പിന്നെ അടുത്ത 4 ദിവസങ്ങൾ തന്നെ ഈ കുട്ടി ഇവിടേക്ക് വരാനായിട്ട് തയ്യാറാകുക. അവൾ ആരെയും കേൾക്കുന്ന കുട്ടിയല്ല. ഇവിടെ വന്നു, നല്ല കൗൺസിലിംഗ് നടത്തി, കുമ്പസാരിച്ചു, എൻ്റെ അടുത്ത് വന്നു. അടുത്ത് നിന്നപ്പോഴത്തേക്കും അപ്പനമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ കുട്ടി. ഞാൻ കൂടുതലും വെച്ച് കഴിഞ്ഞാൽ തലേക്ക് വെച്ച് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇവളിലുള്ള ആ തെറ്റായ ബോധ്യങ്ങൾ നൽകുന്ന ദുഷ്ടാരൂപികളെ ഇവളിന്ന് വിട്ടുപോകട്ടെ. കൽപ്പിച്ച നിമിഷത്തിൽ ഞാൻ കാണുന്നത് കുഞ്ഞിൽ നിന്ന് തിന്മയുടെ ശക്തി വിട്ടുപോകുന്ന ഒരു അടയാളം അവിടെ ഉണ്ടായി. അതിനുശേഷം വെച്ച് മോളെ അത് ഉപേക്ഷിക്കുന്നു. അച്ഛാ, എനിക്ക് സമയം തരണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. പക്ഷേ എനിക്കെന്നപ്പോൾ തുടങ്ങി പരിശുദ്ധാത്മ കുഞ്ഞിൽ പ്രവർത്തിച്ചു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മകൾ വരുമ്പോൾ കണ്ടുമുട്ടുന്നത് അവൾ തന്നെയാണ് ഇവിടെ വരുമ്പോൾ ആ തിന്മയുടെ സ്വാധീനം ആ മകളെ വിട്ടുപോയി. അവൾക്ക് ഈശോയോട് ഭയങ്കര അടുപ്പമായി. അപ്പം എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, കുറച്ച് ദിവസങ്ങൾ ഞാനിവിടെ താമസിച്ച് പ്രാർത്ഥിക്കുന്നതിന് അച്ഛന് തടസ്സമുണ്ടോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നമുക്ക് നോക്കട്ടെ, സൗകര്യമുള്ള പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം, സൗകര്യം നോക്കി അറേഞ്ച് ചെയ്യാം. അപ്പോഴേ ഈ മകൾ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. എനിക്കൊരു ഹാപ്പിയായി. ആ കുഞ്ഞിന് തിന്മയുടെ ബന്ധനം വിട്ടുപോയി. ഇതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ആ പേരൻസ് ആ വേദനയുണ്ടെന്നുണ്ട്. അവരുടെ ജീവിതം താന്നു പോയപ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ആ വള്ളത്തിൽ വെള്ളം കയറിക്കഴിഞ്ഞപ്പോൾ, ജലം കയറിക്കഴിഞ്ഞപ്പോൾ, മുങ്ങിത്താണപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി, ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പല ആളുകളെ വിളിച്ച് നമ്മൾ സഹായം തേടുന്നുണ്ട്. കൂട്ടുകാരെ വിളിച്ച് സഹായം തേടും, ബന്ധുക്കളെയും വിളിച്ച് സഹായം തേടും, രാഷ്ട്രീയക്കാരെ വിളിച്ച് സഹായം തേടും. പല ആളുകളെ നമ്മൾ വിളിച്ചാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സഹായം. പക്ഷേ ശരിക്കും നമുക്കറിയാം, ഇവരാർക്കും നമ്മൾ സഹായിക്കാൻ പറ്റും. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിത പ്രശ്നങ്ങളിലൂടെ നമ്മൾ പലരെ ആശ്രയിച്ചെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു വാതിലും നമുക്ക് തുറന്നു വരില്ല. പക്ഷേ എല്ലാ വാതിലും അടഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഈശോയെ ഇടപെടണമേ, ഈ പ്രശ്നത്തിൽ നീ ഇടപെടണമേ, നീ ഇടപെടാൻ, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ഞാനെന്ത് ചെയ്യണമെന്ന് നീ ആവശ്യപ്പെടുന്നു, അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോസ്തല പ്രവർത്തനം 2:37 മുതൽ വചനമുണ്ട്. പത്രോസ്ലീഹ പെന്തക്കോസ്തായ്ക്ക് ശേഷം അതിശക്തമായ വിധത്തിൽ ദൈവവചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ പത്രോസിൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് കൂടിക്കൂടിയിട്ട് ചോദ്യമുണ്ട്, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിലുള്ള രക്ഷ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആര് വേണം കൂടെ? ആരോട് പ്രാർത്ഥിച്ചാലാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്? ഏത് വഴിയെ പോയാലാണ് രക്ഷപ്പെടുന്നത്? അപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. നീ മാത്രമല്ല, നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. അപ്പോൾ അവരെല്ലാവരും, പത്രോസ് പറഞ്ഞു, വചനം കേട്ടവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയിലായിത്തീരുന്ന നിമിഷത്തിൽ അവർ രക്ഷയുടെ അനുഭവത്തിൽ, അവരുടെ ആത്മരക്ഷയും എല്ലാ മേഖലയും രക്ഷപ്പെടുന്ന, സകലവിധ പാപങ്ങളിൽ നിന്ന്, തിന്മയിൽ നിന്ന്, സാത്താൻ്റെ പിടിയിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെട്ടത് അവർ ഈശോയിലേക്ക് വന്നപ്പെടാം, ഈശോയിൽ കടന്നു വന്നപ്പെടാം. അപ്പോൾ ഇവിടെ മുങ്ങി താണുകൊണ്ടിരുന്ന വള്ളത്തിൽ ജലം കയറിക്കഴിഞ്ഞപ്പോൾ കാറ്റും കൊടുങ്കാറ്റും നടുക്കടലിൽ ആയിരിക്കുന്ന അപ്പോസ്തലന്മാർ അത് നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച്
ഉറങ്ങുകയായിരുന്നു. ഈശോ ഉണ്ട്. ഇതിനർത്ഥം ഈശോ അവിടെയുണ്ട്. എല്ലാ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ ഈശോ ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ പലരുടെ ജീവിതത്തിൽ ഈശോ ഉറക്കത്തിലാണ്. കാരണം അവർ ഈശോയോട് പലപ്പോഴും ഉറങ്ങുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ആ ഈശോയോട് സംസാരിക്കുന്നില്ല. നമ്മൾ വേറെ ആളുകളുമായിട്ടുള്ള ബന്ധം, കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ഈശോയോട് സംസർഗമില്ല, ഈശോയുടെ കൂട്ടുകെട്ട് അവരെ ആ ബന്ധങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല. അവരുടെ ഭവനത്തിൽ ഈശോ ഉണ്ട്, പക്ഷേ അവർ ഈശോയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഈശോ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപസാരമില്ലവർക്ക്, ഉദാസ ജീവിതമില്ലവർക്ക്. അതുകൊണ്ട് ഈശോയുമായിട്ടുള്ള ബന്ധമില്ലാത്തതുകൊണ്ട് ഈശോ ഉറക്കത്തില്ല, ഈശോ ഉറങ്ങിക്കിടക്കുക. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു ഈശോ. അപ്പോൾ അവർ അവനെ വിളിച്ചുണർത്തി അവരെ എഴുന്നേൽപ്പിക്കും ഈശോയെ. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് അവർ, ഈശോയോട് ബന്ധപ്പെടുകയാണ് അവർ, ഈശോയെ കേൾക്കുകയാണ് അവർ. ഈശോ എഴുന്നേറ്റു. ഈശോ ചെയ്ത പ്രവൃത്തി ബൈബിൾ പറയുന്നുണ്ട്, വളരെ പവർഫുള്ളാണ്. അവർ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ല. ഈശോ ഗൗനിക്കുന്നുണ്ട്, പക്ഷേ നീ ഈശോയും കൂടെ ഉൾപ്പെടുത്തണം, ഈശോയെ വിളിക്കണം, ഈശോ അറിയിക്കണം. നിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ ചില ആളുകൾ ജീവിക്കുകയെ. അതല്ല, ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മൾ തിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമായിട്ട് ബന്ധത്തിലിരിക്കണം. നമ്മൾ പലപ്പോഴും തിന്മയുടെ വഴികളിലൂടെ പോകുമ്പോൾ ലോകാരൂപിയിൽ പണം, സുഖം, പേര്, അഡ്രസ്സ്, ഇതിനായിട്ട് പോകുമ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോവുകയാണ്. കൂട്ടുകെട്ടുകൾ കൂടുമ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ നശിക്കാൻ പോകും. അതാണ് ഈ കാറ്റും കൊടുങ്കാറ്റും എല്ലാം ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്നതിൻ്റെ കാരണം. നിനക്ക് ഈശോയോട് ബന്ധമില്ലെന്ന് ദുഷ്ടാരൂപികൾക്കറിയാം. പിശാചൻ നിനക്ക് ഈശോയുടെ ബന്ധം, അതുകൊണ്ട് ഈ സമയത്ത് നിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. ഈശോയോട് നിനക്ക് ആഴമേറിയ വ്യക്തിബന്ധമില്ല. യു ഡോണ്ട് ഹാവ് എ പേഴ്സണൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ് ഓഫ് നാസറത്ത്. ദാറ്റ് ഇസ് ദ ഇഷ്യൂ, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. വചനം പറയുന്നു, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. 2 വാക്ക്, അടങ്ങുക, ശാന്തമാകുക. അടങ്ങുക, ശാന്തമാകുക. കർത്താവിൻ്റെ വചനം, ജീവൻ്റെ വചനം, രക്ഷാകരമായ വചനം ഇളകി മറിയുന്ന കടലിന് നേരെ നോക്കി പറയുക, അടങ്ങുക, ശാന്തമാകുക. മർക്കോസിൻ്റെ 4:39 തിരുവചനം, 4:39, അടങ്ങുക, ശാന്തമാകുക. ഒറ്റ വചനം, ദൈവവചനം, ജീവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാ. കർത്താവിൻ്റെ ഒരു വചനത്തിൻ്റെ ശക്തി അതാ. ഇളകി മറിയുന്ന ജീവിതങ്ങളിലേക്ക് നോക്കി ഈശോ പറയുക, അടങ്ങുക, ശാന്തമാകുക. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ കുടുംബത്തിലെ ഇളകമറിയുന്ന പ്രശ്നങ്ങൾ കാണും. കടബാധ്യതയുടെ വലിയ പ്രശ്നമാകാം, വിശ്വാസ തകർച്ചയുടെ പ്രശ്നമാകാം, മക്കൾ കൈവിട്ടു പോകുന്ന ചില മേഖലകൾ, മക്കൾ വളരെ വയലൻ്റ് ആയിരിക്കും, വെരി ഡിസൊബീഡിയൻ്റ്, അനുസരണക്കേടിൻ്റെ പുത്രന്മാരും പുത്രികളുമായിരിക്കും. ജീവിതത്തിൽ എല്ലാം വഴിതെറ്റിപ്പോൾ അപകടങ്ങൾ ഒരുപാട് വരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതം, കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രതി ദൈവമല്ല, നീ തന്നെയാണ് പ്രതി. നീ ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവത്തെ ഏൽപ്പിക്കുന്നു. നിൻ്റെ ജീവിതത്തിലുണ്ട്. മാമോദീസ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് അവൻ്റെ ജീവിതത്തിന് ഈശോയെ കിട്ടുക, പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ്. മാമോദിസത്തിൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, എപ്പോഴും ഉണ്ട്, 24 മണിക്കൂറും ഉണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോഴും പുണ്യം ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. 2 കൊരിന്തോസിൻ്റെ 13:5-6 വചനം പൗലോസ് പറയും, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈശോ ഉണ്ട്, വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇവിടെ നശിക്കുന്നത് ജലം, ഈ വള്ളത്തിൽ കയറുന്നത്, കപ്പലിൽ കയറുന്നത്, ജീവിതത്തിലേക്ക് അപകടങ്ങൾ നശിക്കാൻ പോകും. ദൈവം ഉണ്ട്, അവിടെയുണ്ട്, ഈശോ ഉണ്ട്. അതിന് വിശ്വാസം പോയി.
അവർ ഈശോയായിട്ട് ബന്ധമില്ലവർക്ക്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ തകരുമെന്ന് പറയേണ്ട കാരണം ഇതാണ്. ബൈബിള് വായനയില്ലാത്ത വീടുകളിൽ അപകടം വരുന്നതിന് കാരണം ഇതാണ്. കുംസാരം കൂദാശ ജീവിതം ഇല്ലാത്തവന് ചില ദുരന്തങ്ങൾ വരുന്നു. അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റ്, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടക്കുക അവൻ്റെ ജീവിതം സംഭവിക്കും. ബിക്കോസ് ഹി ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തെ വേണ്ട എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ തോന്നും, ചില പ്രായത്തിലും ചില കാലത്തിലും ചില പണം കയറുമ്പോഴും ചില സൗകര്യങ്ങളൊക്കെ വളരുമ്പോൾ തോന്നും ദൈവമില്ലേലും ജീവിക്കുന്നേ. വെറുതെയാ. ഇത് വരും, കൊടുങ്കാറ്റ് വരും, പൈശാചിക പീഡ വരും, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ. എന്നാൽ ലോകം മുഴുവനും അപ്രതീക്ഷിത ദുരന്തങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഈശോ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സമയം വിളിച്ചെഴുന്നേൽപ്പിക്കണം, പ്രാർത്ഥിക്കണമെന്ന് മണിക്കൂറിന് പ്രാർത്ഥിക്കണം. ഒരുപക്ഷേ നിന്റെ സ്വരം ഈശോയുടെ പക്കലെത്തുന്ന തടസ്സമായി നിൽക്കുന്നത് നീ മാറ്റണം. അവിടെ അതാണ് യോഹന്നാന്റെ സുവിശേഷം 11 40 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ലാസറിനെ ഉയർപ്പിക്കുന്ന വേളയിൽ ഈശോ പറയുന്ന ചില വചനങ്ങളെ. ഈശോ വീണ്ടും നെടുവീർപ്പ് കൊട്ടുകൊണ്ട് ശവകുടീരത്തിൽ, അതൊരു ഗുഹയായിരുന്നു, അതും ഒരു കല്ലും വെച്ചിരുന്നു. ഈശോ പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവേൻ. കല്ലെടുത്ത് മാറ്റുക. ഒരു തടസ്സമുണ്ട് അവിടെ. ആ തടസ്സം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഒരു പക്ഷേ അവിശ്വാസമായിരിക്കും അത്, യുക്തിചിന്തകൾ. പ്രാർത്ഥിച്ചിട്ടെന്ന കാര്യം പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ജോലി ചെയ്യണം. പ്രാർത്ഥനയിൽ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ദൈവവചനമല്ല കേൾക്കണം. നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യണം, എല്ലാം നമ്മൾ തന്നെയാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്ത, ഫെയ്ത്ത് ഇല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുക്കാനും തക്കവൊരു ഫെയ്ത്ത് ഉണ്ടാകണേ. കല്ലെടുത്ത് മാറ്റാൻ പറയുമ്പോൾ അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുക, അവളുടെ ബുദ്ധി പ്രവർത്തിക്കുക. അതായത് പറയുന്നുണ്ട്, മർത്ത പറഞ്ഞു, കർത്താവ് ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ബുദ്ധി പറയുകയാണ്, 4 ദിവസമായി ദുർഗന്ധമുള്ള ഉണ്ട്. ഈ കല്ലെടുത്ത് മാറ്റിയ സാധ്യമല്ല, ദുർഗന്ധം വരും. യേശു പറഞ്ഞു, എടുത്ത് മാറ്റ്. ഈശോടനെ പറഞ്ഞു, യേശുവോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമാത്രം ദർശിച്ചു. ഞാൻ ആരൊന്ന് വിശ്വസിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അറിയണം. അതുകൊണ്ടാണ് മർക്കോസ് 12:24 വചനം പറയും, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. യേശു പറയുന്നത് ചെയ്യുക. അപ്പോഴാണ് അവിടെ ദൈവികമായ ഇടപെടലുണ്ടാകുന്നത്. ഉടനെ അവർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന അനുഭവമുണ്ട്. എല്ലായ്പ്പോഴും ഉയർപ്പിക്കുന്ന വേളയിൽ ഈശോ പറയുന്നുണ്ട്. അതിന് ശേഷം ഈശോ അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ അതിന് ഭയപ്പെട്ടു. അല്പവിശ്വാസികളെ, നിങ്ങളുടെ പ്രശ്നം വിശ്വാസമില്ലായ്മയാണ്. ഈ തലമുറയിൽ ദൈവാനുഗ്രഹങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഏതോ ഒരു നിമിഷം ബുദ്ധിയിൽ അന്ധകാരം കയറിയിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകലുന്നുണ്ട്, ദൈവബന്ധം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പരിണത ഫലമാണത്. ഈശോ എഴുന്നേറ്റ് പറഞ്ഞു, കടലിനെയും കാറ്റിനെയും നോക്കിക്കൊണ്ട് പറയാണ്, അടങ്ങുക, ശാന്തമാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധന സമയത്ത് കർത്താവ് നിങ്ങൾ പ്രവർത്തിക്കട്ടെ. അടങ്ങുക, ശാന്തമാകുക. പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികൾ അടങ്ങട്ടെ, ശാന്തമാകട്ടെ. സമാധാനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളോട് ഈശോ പറയുകയാണ്, അടങ്ങുക, ശാന്തമാകുക. രോഗപീഠകളാൽ നിറയുന്ന ജീവിതങ്ങൾ അടങ്ങുക, ശാന്തമാകുക. ബഹളങ്ങളും ആകുലതകളും നിരാശയും പൈശാചികപ്പെടുക. ഈശോ പറയട്ടെ, ഈശോ നാമത്തെ ഈശോ ശാസിച്ചുകൊണ്ട് പറയാം, അടങ്ങുക, ശാന്തമാകുക. മറ്റൊരു വാക്കിൽ ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതകളെ ശാന്തമാക്കാൻ, അടക്കി നിർത്താൻ ഈശോ മിശിഹായ്ക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഈശോ മിശിഹ പറയാതെ ഇതൊന്നും ശാന്തമാകില്ല. ഇത് ലോകത്തുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ പ്രശ്നങ്ങളും അത് ഇല്ലാതാകണമെങ്കിൽ, അടങ്ങണമെങ്കിൽ, ശാന്തമാകണം, ഈശോയുടെ അധരത്തിൽ നിന്നുള്ള തിരുവചനം തന്നെ വരണം. അത് വരണമെങ്കിൽ അതിന് തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ആരാധന സമയത്ത് അനേക കുടുംബങ്ങളിലേക്ക് കർത്താവ് വന്നിട്ട് കർത്താവ് ഓരോരുത്തരെയും നോക്കി പറയട്ടെ, പിന്നെ അവിടെയുള്ള ബന്ധനത്തിൽ അസ്വസ്ഥതയും കഴിഞ്ഞ മക്കളോട് പറയട്ടെ, നീ അടങ്ങുക, ശാന്തമാകുക. അങ്ങനെ ജീവിതങ്ങൾ സമാധാനത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളെ ശാന്തതയിലേക്ക്, സമാധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ
നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വിടുതൽ ലഭിക്കട്ടെ. ഡെലിവറൻസ്, ഹീലിംഗ് നടക്കട്ടെ. തകർന്ന മക്കൾക്കെല്ലാം ഈശോ കടന്നു വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം കരുണയാണ്, സ്നേഹമാണ്. ആ സ്നേഹം എല്ലാ ഹൃദയങ്ങൾ കൊടുക്കട്ടെ. നിന്നെ ആർക്കും വേണ്ടായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിനക്കുണ്ടാകാം. ഒരുപാട് മനസ്സിനൊരു ഭാരം കാണുമായിരിക്കും. തളർന്ന ജീവിതമായിരിക്കാം. ഉറങ്ങാൻ പറ്റാത്ത രാത്രികളായിരിക്കാം. ചിന്തിക്കുമ്പോൾ നാളത്തെ ഓർത്ത് വളരെയധികം നീ ആകുലപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്നെ ആര് സഹായിക്കുമെന്ന് നീ സ്വയം പറയുന്നുണ്ടാകാം. ഈ സമയത്ത് കർത്താവിൻ്റെ കൈകളിലേക്ക് നിന്റെ ജീവിതം മുഴുവൻ കൊടുക്കണം. സങ്കീർത്തനം 70:1-5 വരെയുള്ള വചനം പറയുന്നു, ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദൈവത്തെ വന്നണമേ. കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തനാകട്ടെ. എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരികട്ടെ. ഹാഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായവും വിമോചകനുമാണ്. കർത്താവേ വൈകരുതേ, കർത്താവേ വൈകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് ആരാധിക്കാം. ആരാധനയും നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവരേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയും നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. തുറന്ന് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. വീടുകളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. സ്തുതിക്കുന്ന കരങ്ങൾ ഉയർത്തി ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരാധന. എടുത്തിട്ട് സാന്നിധ്യം വെളിപ്പെടുത്തണമേ. അല്ലാതെ വേറെ ആരും ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും തകർച്ചകളും മനസ്സിൻ്റെ മുറിവുകളും മാനസിക പീഡകളും ദുഃഖങ്ങളും തകർച്ചകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. ഈശോയേ കരുണയുണ്ടാകണമേ, കരുണ കാണിക്കണം ഈശോയേ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. കർത്താവേ വൈകരുതേ, സൗഖ്യവും നീയേ, കർത്താവേ വൈകരുതേ. വിടുതലും നീയേ, എല്ലാ മക്കളുടെയും കാര്യത്തിൽ ഞാൻ ആരാധിക്കും. ഇന്ന് എല്ലാ മക്കളും ഇടപെടുന്നതിന് നന്ദി പറയുന്നു ഈശോ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. സകല ബന്ധനങ്ങളും പൊട്ടിച്ചെറിയണം ഈശോ. സൗഖ്യവും നീയേ, വിടുതലും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഹല്ലേലൂയ.